പത്തനംതിട്ട ഗവിയിലെ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചു. യുവതിയുമായുള്ള വാക്ക് തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പ്രതി വിനോദ് കുമാർ മൊഴി നൽകി. തർക്കത്തെ തുടർന്ന് തള്ളിയിട്ടപ്പോൾ തല കല്ലിലിടിച്ചാണ് യുവതി മരിച്ചതെന്ന് വിനോദ് കുമാറിന്റെ മൊഴി. ഇയാൾ നിലവിൽ വണ്ടിപ്പെരിയാർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്ന് രാവിലെയാണ് അംഗനവാടി ജീവനക്കാരുടെ മൃതദേഹം കണ്ടെത്തിയത്. മുഹമ്മദ് ആഷിഖ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാൻ. ആഷിഖ്, എന്താണ് ഈ പ്രതി പറയുന്നത്? എന്തിനായിരുന്നു കൊലപാതകം? ജീന, നിർണായകമായ വെളിപ്പെടുത്തലാണ് വണ്ടിപ്പെരിയാർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വിനോദ് കുമാർ ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. യുവതിയെ നേരത്തെ തന്നെയും പരിചയമുണ്ടായിരുന്നു. യുവതിയുമായിട്ടുള്ള ഒരു വാക്ക് തർക്കത്തെ തുടർന്നാണ് കൊലപാതകം നടന്നതെന്നാണ് വിനോദ് കുമാർ ഈ ഘട്ടത്തിൽ വണ്ടിപ്പെരിയാർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. രാവിലെ യുവതിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് വിനോദ് യുവതിയെ തള്ളിയിടുകയായിരുന്നു. തള്ളിയിട്ടപ്പോൾ തല കല്ലിൽ കൊണ്ടുപോയി ഇടിക്കുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വിനോദ് പറയുന്നത്. നമ്മൾ നേരത്തെ സംശയിച്ചതുപോലെ ബലാത്സംഗവും മറ്റോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി പത്തനംതിട്ട SP ഈ ഘട്ടത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വേഗത്തിൽ ഗവിയിലേക്ക് പ്രതിയെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ സംഭവം നടന്നതിനെ തുടർന്ന് പ്രതികളിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നൽകിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തുമ്പോഴായിരുന്നു ഈ പ്രതിയെ പിടികൂടുന്നത്. തുടർന്ന് പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ചോദ്യം ചെയ്യലാണ് പ്രതി താനാണ് കൊലപാതകം ചെയ്തത് എന്നുള്ള കാര്യം സമ്മതിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ദാരുണമായ സംഭവമാണ്, ഞെട്ടിക്കുന്ന സംഭവമാണ്. പ്രതി വണ്ടിപ്പെരിയാർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഈ ഘട്ടത്തിലുണ്ട്. ഏറ്റവും വേഗത്തിൽ ഗവിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. പത്തനംതിട്ട SP അടക്കം വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. SP യുടെ നേതൃത്വത്തിലാണ് ഈ ഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്യൽ തുടരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജീന, ശരി, ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്. ഗവിയിൽ അംഗനവാടി ജീവനക്കാരുടെ മരണം അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വാക്ക് തർക്കത്തിനിടെ ഉണ്ടായ സംഘർഷം, ഒരു തള്ളിയിടൽ, അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.